അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളാണ് അയച്ചു കൊടുക്കാനുള്ളത്. ഏകദേശം 11ഓളം പ്ലാന്റ്സ് ഉണ്ട്. ഇനി നമുക്കൊരു 4 കൂടെ അയച്ചു കൊടുക്കാനുള്ളൂ. അത് നമുക്ക് നമ്മുടെ ലെയർ ചെയ്ത ഉമ്മർചാമ്പയുടെ തൈയാണ്. അതുകൊണ്ടാണ് നമ്മളത് വേറെ സെക്ഷനിലേക്ക് മാറ്റി വെച്ചത്. അപ്പൊ ഇത്രയും പേരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സജിദ ഖാലിദ് തൃശ്ശൂര്, മുഹമ്മദ് ഷൈൻ കൊല്ലം, ജുനൈസ് പി കോഴിക്കോട്, ഗീത ഗോപാലകൃഷ്ണൻ ഇടുക്കി, അനിത ജി തിരുവനന്തപുരം, സോണിയ വി പാലക്കാട്, തീനത്ത് സലീം എറണാകുളം, മനസ് ജോർ മല്ലത്ത് കാസർഗോഡ്, സൽമ സി പി മലപ്പുറം, ഫാസില വി വി തൃശ്ശൂര്. പിന്നെ ഇത് നമ്മുടെ ഒരു മിലിറ്ററി ചേട്ടൻ്റെ ആണ്, മഹേഷ് കുമാർ. ഈ ചേട്ടന് ശനിയാഴ്ച പോവാണ് നാട്ടിലേക്ക്, തിരിച്ച് കാശ്മീരിലേക്ക് പോവാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ആ ചേട്ടന് കൈപ്പറ്റാൻ പറ്റിയില്ല, കുഴപ്പമില്ല, ഇത് റിട്ടേൺ വന്നോളും കേട്ടോ, നമ്മുടെ അടുത്തേക്ക് തന്നെ റിട്ടേൺ വന്നോളും. അതുകൊണ്ട് ചേട്ടന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിലും അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും. കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല, നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ചു കൊടുക്കാൻ കുറച്ച് ചില ബുദ്ധിമുട്ടുകൾ കാരണം പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ വന്നതാണ് ഈ ഓർഡറൊക്കെ. അപ്പം ഇത് നമ്മൾ ഇവിടുന്ന് അയക്കുന്നുണ്ട്, മിക്കവാറും ഒരു വെള്ളിയാഴ്ചയ്ക്ക് ഉള്ളിൽ ഇത് അവർക്ക് കിട്ടുമായിരിക്കും. ശനിയാഴ്ചയാണ് ആ ചേട്ടൻ പോകുന്നത്. അപ്പം ഇത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് അവിടുന്ന് തിരിച്ചു വന്നോളൂ. അപ്പം ഇതെല്ലാം നമുക്കിപ്പം അയച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ചായിരുന്നു, 2 ദിവസം മുമ്പാണ് അയച്ചത്. അപ്പൊ അയച്ച കുറച്ച് പേർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു, ഏകദേശം 3-4 പേർക്ക് നമ്മുടെ പ്ലാൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവർ വാട്സാപ്പിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്ലാൻസ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇനിയും കുറച്ച് പേരും കൂടെ കിട്ടാനുണ്ട്. ദൂരേക്ക് പോകുന്ന സമയത്ത് ഏകദേശം നാളെ, ഇന്ന് വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്, നാളേക്കുള്ളിൽ അവർക്ക് പ്ലാൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ച ചില ബുദ്ധിമുട്ടൊക്കെ കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കട്ടർ ചോദിച്ചിട്ട് മെസ്സേജ് വിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഏറ്റവും ആദ്യം കമന്റ് ഇടുന്ന 5 പേർക്കാണ് നമ്മൾ ആ കട്ടർ കൊടുക്കുന്നത്. ഏറ്റവും ആദ്യം കമന്റ് ഇടുന്നതല്ല, ഏറ്റവും ആദ്യം കട്ടർ വേണമെന്ന് പറയുന്ന 5 പേർക്കാണ് നമ്മൾ കട്ടർ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അതിൽ അവരുടെ പേര് ഞാൻ വായിച്ചുതരാം. അവർ ദയവായിട്ട് നമുക്ക് അഡ്രസ് അയച്ചു തരുന്നത്. സിജി സണ്ണിയാണ് ഏറ്റവും ആദ്യം നമുക്ക് കമന്റ് അയച്ചത്. അത് കഴിഞ്ഞ് ഫൈസൽ ഷെയ്ഖ്, ഷൈല ശ്രീ എ, ഷൈനി സി പി, ഹംദസ്മി, ഇത്രയും പേരാണ് നമുക്ക് കട്ടർ ഇനി ഈ ആഴ്ച അയച്ചു കൊടുക്കാനുള്ളത്. ഇനി വരുന്ന ആഴ്ച നമ്മൾ ഈ കട്ടറാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇവര് നമുക്ക് അഡ്രസ് അയച്ചു തരിക. അപ്പം നമ്മൾ ഒരു മാസം മുമ്പ് ഉമ്മർചാമ്പയുടെ കൂടെ എടുത്ത വിത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നേ. വാളരി പയറും നിത്യവരുത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി കുറെ പൊട്ടിക്കാനും ഉണ്ട്. ഏകദേശം ഒരു 1000ഓളം വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഈ വിത്തുകൾ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കുറെ പേര് ചോദിച്ചായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഉമ്മർചാമ്പ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റ് അയച്ചായിരുന്നു. അപ്പം ഏകദേശം ഒരു 2-3 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഒന്ന്, അതിന്റെ കളർ കൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഒരു ഷേപ്പ്, പിന്നെ അതിന്റെ മധുരം, പിന്നെ അതിന്റെ ഇലയുടെ ഒരു ഘടന, അതിന്റെ ഒരു തിക്നെസ്, ആ ഇലയുടെ സ്മൂത്ത്നെസ്, ഇതെല്ലാം വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടല്ല കുറച്ചെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉമ്മർചാമ്പ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് അതിന്റെ ഒരു കളറ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഈ ഒരു കമന്റ് ഞാൻ നോക്കിയിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ പ്ലാൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ 2-3 ഫാമിലേക്ക് പോയ സമയത്ത് അവിടുന്ന് ഒരു ഫാമിൽ പോയ സമയത്ത് അവിടുന്ന് ഉമ്മർചാമ്പ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് തൈ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ എനിക്ക് അത് ഉമ്മർചാമ്പയാണെന്ന് തോന്നിയില്ല. എന്നിട്ട് ഞാൻ അതിന്റെ കളർ വ്യത്യാസമായിരുന്നു. അതായത് നമ്മളൊരു ഏകദേശം ഉമ്മർചാമ്പ നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു അതിന്റെ കളർ നല്ല റെഡ് കളർ വരും. പക്ഷെ ആ ഫാമിൽ നിന്ന് കാണിച്ച കളർ ഒരു ഒരു ബ്രൗൺ കളർ അങ്ങനെയൊക്കെ വന്നുള്ളൂ, നല്ല റെഡ് കളർ അല്ലായിരുന്നു. പിന്നെ അതിന്റെ ഷേപ്പും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഡൗട്ട് വന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് ആ ഫാമിൽ നിന്ന് നമ്മൾ ഉമ്മർചാമ്പ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ അത് കഴിച്ചു നോക്കി. ആ ഒരു ഫ്രൂട്ട് കഴിച്ചു നോക്കിയ സമയത്ത് അതിന് കംപ്ലീറ്റ് മധുരം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കംപ്ലീറ്റ് വെള്ളച്ചോവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മധുരം വളരെ കുറവ്. അതായത് നമുക്കത് ഒന്നുപോലും നമുക്ക് കഴിക്കാൻ തോന്നൂല. ഒറ്റ കടി മാത്രം, ഒരു ബൈറ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ തോന്നുള്ളൂ. അത്രയധികം മധുരവും കുറവ്, ഒരു ഫ്രൂട്ടായിട്ട് തന്നെ കൂട്ടാൻ പറ്റൂല. അതുകൊണ്ടാണ് കുറേ പേര് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇത് ഉമ്മർചാമ്പ കൊണ്ട് നട്ടിരുന്നു, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വെട്ടിക്കളയേണ്ടി വന്നു, മധുരം ഇല്ലായിരുന്നു. കുറെ ആൾക്കാർ പറയുന്നുണ്ട് പുഴുവായി
പുഴു കയറിയിട്ട് നമുക്കത് കഴിക്കാൻ പറ്റുന്നില്ല, വെട്ടിക്കളയേണ്ടി വന്നു. അപ്പം ഇതൊന്നും ഉമ്മർച്ചാമ്പ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഉമ്മർച്ചാമ്പയ്ക്ക് പുഴു കയറൂല. അതേപോലെ ഉമ്മർച്ചാമ്പയ്ക്ക് മഴക്കാലത്തും നല്ല മധുരം തന്നെ ഉണ്ടാവും. കുറച്ചൊരു മധുരം കുറവ് എന്തായാലും ഉണ്ടാവും, പക്ഷെ ആ മധുരം നമുക്ക് കഴിക്കാൻ പറ്റാത്ത, ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഉമ്മർച്ചാമ്പയ്ക്ക് നല്ല മധുരമാണ്. അത്രയും മധുരത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം മഴക്കാലത്ത് കിട്ടുന്ന ഉമ്മർച്ചാമ്പ ആ മഴക്കാലത്ത് കിട്ടുവാണെങ്കിൽ അതിൽ കുറച്ച് മധുരം കുറയും. പക്ഷെ ഇങ്ങനെ പല ആൾക്കാരും നഴ്സറി പോയിട്ട് പറ്റിക്കപ്പെട്ട് ഉള്ള ആൾക്കാർ കുറേ പേരുണ്ട്. അല്ലെങ്കിൽ നഴ്സറി പോയിട്ട് നമുക്ക് യഥാർത്ഥ ഉമ്മർച്ചാമ്പ കിട്ടാണ്ട് വേറെ ഏതെങ്കിലും ഫേക്ക് ഉമ്മർച്ചാമ്പ എല്ലാം കൊണ്ട് വെച്ച് 1-2 വർഷം കഴിഞ്ഞിട്ട് പഴം കിട്ടുന്ന സമയത്ത് ഇഷ്ടപ്പെടാണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തുടക്കക്കാർക്കും നമ്മൾ 2-3 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഒരു ഫാമിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് അതിനൊരു ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ കളറ്. ശരിക്കും പറഞ്ഞാൽ റെഡ് കളറായിരിക്കും, നല്ല റെഡ് കളർ. ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഒരു നല്ല റെഡ് കളറായിരിക്കും ആ ഉമ്മർച്ചാമ്പയ്ക്ക് ഉണ്ടാകും. ഇത് കണ്ടോ, ഈ ഒരു പൂവിന്റെ കളർ കാണുന്നുണ്ടോ? ഈ നല്ല റെഡ് കളർ ആയിരിക്കും ഉമ്മർച്ചാമ്പയ്ക്ക് ഉണ്ടാകുക. ഇതിനേക്കാളും റെഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിന് നല്ല റെഡ് ഉണ്ട്. നമ്മുടെ എന്നാ പറയാ, നല്ല റെഡ് കളറായിരിക്കും ഉമ്മർച്ചാമ്പയ്ക്ക് ഉണ്ടാകുക. നിങ്ങൾ ഫാമിൽ പോയിട്ട് കാണുന്ന സമയത്ത് റെഡ് അല്ലെങ്കിൽ, ഇത്രയും നല്ല റെഡ് അല്ലെങ്കിൽ അത് ഉമ്മർച്ചാമ്പ അല്ലെന്ന് ഉറപ്പിച്ചോ. രണ്ടാമത്തെ കാരണം അതിന്റെ ഷേപ്പ്. അതിന്റെ വാല് തൊട്ട് തല വരെ ഒരേ ഷേപ്പ് ആയിരിക്കും, വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. പിന്നെ മൂന്നാമത്തെ കാരണം ഇതിനകത്ത് പുഴു വരൂല, പുഴുക്കേട് കൊഴിച്ചില്. ഇത് ഉമ്മർച്ചാമ്പയ്ക്ക് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. നമുക്കിവിടെ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഒരു കളർ ഞാൻ ഇപ്പൊ കൊണ്ട് കാണിച്ചു തരാം. പോവാ, അങ്ങോട്ട് പോവാ. ആണോ? അപ്പം ഇത് നമ്മുടെ ഉമ്മർച്ചാമ്പ. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, ഇത് വെള്ള കളറായിട്ടാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പഴുത്തിട്ടില്ല. പഴുക്കുമ്പോൾ നല്ല റെഡ് കളർ വരും. ഇതിനേക്കാളും നല്ല റെഡ് കളർ വരും. പൂവിന് അത്രയും കളറില്ല. എന്താ പൂവിന് ഈ ഒരു കളറൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു പൂവിന്. ഈ പൂവിനേക്കാളും കളർ കൂടുതലാണ് ഉമ്മർച്ചാമ്പയ്ക്ക്. അതായത് നല്ല റെഡ് ആയിരിക്കും. ഒന്നാമത് ഉമ്മർച്ചാമ്പ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നല്ല റെഡ് കളറായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇല നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയായിരിക്കും ഉണ്ടാകുക, കുറച്ച് തിക്കായിട്ടും ഉള്ളൊരു. അതേപോലെ കൊലകുത്തി ഉണ്ടാവും. കണ്ടോ? ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഉമ്മർച്ചാമ്പ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ ആദ്യം പഴുത്ത് വരുമ്പം ഇവിടെ ഒരു ചുവപ്പ് കളർ വരും. അത് കഴിഞ്ഞ് ഇതിന്റെ വാലറ്റവും ഇത് ചുവപ്പ് കളറിലേക്ക് ഒരു കാണിച്ചു തരാം. ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവും, നിറച്ചുണ്ടാവും. നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ കയറ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല സൈസ് ഉണ്ടാവും. ഉണ്ടല്ലേ, പഴുത്തിട്ടില്ല, പൊട്ടാണ്, പഴുത്ത് വരുന്നേ ഉള്ളൂ. അതേപോലെ ഇതിന്റെ ഷേപ്പ് ഈ ഒരു ഭാഗവും ഒരേപോലെ ആയിരിക്കും ഉണ്ടാകുക. അതായത് സാധാരണ മറ്റ് ചാമ്പകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബെല്ലിന്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഉമ്മർച്ചാമ്പയ്ക്ക് ഈ ഒരു ഭാഗവും വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരേപോലെ ഇരിക്കും. പാലിച്ചാമ്പയൊക്കെ പോലെ. പക്ഷെ കളറ് നല്ല കളറായിരിക്കും ഇതിന് ഉമ്മർച്ചാമ്പയ്ക്ക്. പിന്നെ പുഴു കയറൂല ഉമ്മർച്ചാമ്പ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഉമ്മർച്ചാമ്പയാന്ന് പറഞ്ഞു കൊണ്ട് വെച്ചു, അത് കഴിഞ്ഞ് പുഴു കയറി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഉമ്മർച്ചാമ്പയിൽ പുഴു കയറുന്ന ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല, വരൂലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒന്നും പഴുത്തിട്ടില്ല, എല്ലാം പഴുത്ത് വരുന്നേ ഉള്ളൂ. അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ പൂവിട്ട് മുട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ചെറിയ മുട്ട ആയി വരുന്നുണ്ട്. അങ്ങനെ ഓൾ സീസണായിട്ട് കായ്ക്കും. അതേപോലെ നമ്മുടെ വാളരിപ്പയർ ഇനി നമുക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാനുള്ളതുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം മൂത്ത് കിടക്കുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഇതിങ്ങനെ മൂക്കാൻ വിട്ടേക്കുന്നതാണ്. എല്ലാം മൂത്തിട്ടുണ്ട്.
ഇതെന്താണ് ഒരു ചാമ്പ മാത്രം ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ? അത് പറഞ്ഞുതരാം. ഇത് നമ്മുടെ വാട്സാപ്പിൽ ഒരാള് ഉമ്മർ ചാമ്പ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടും ഒരാൾ നമ്മുടെ വാട്സാപ്പിൽ അഡ്രസ്സ് അടക്കം ഉമ്മർ ചാമ്പ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ അഡ്രസ്സ് നോക്കിയ സമയത്ത് നമ്മളുടെ സ്ഥലം ഉള്ളത് നമ്മുടെ വീടുള്ളത് പെരിങ്ങോത്താണ്. അപ്പം നമ്മൾ അവരുടെ അഡ്രസ്സ് നോക്കിയ സമയത്തും പെരിങ്ങോം തന്നെ. എന്നിട്ട് അവരോട് കൂടുതൽ ചാറ്റ് ചെയ്ത സമയത്താണ് മനസ്സിലായത് നമ്മുടെ ഈ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ നേരിട്ട് ഇത് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പോവാണ്. നമ്മുടെ അടുത്തുള്ളവർക്ക് കൊടുത്തില്ലേ പിന്നെ നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഇത് മാത്രമല്ല, നമ്മൾ ഉമ്മർചാമ്പിയാണ് അവർ ചോദിച്ചത്. നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന അവരോട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ചിലപ്പം ഇന്നാ നാളെ അങ്ങോട്ട് വരുന്ന പറഞ്ഞായിരുന്നു. അപ്പം ഈ ഉമ്മർചാമ്പയും നമ്മുടെ റെഡ് ലേഡി പപ്പായയും ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം.